അറബിയാത്ത് പ്രസ്റ്റീജിൻ്റെ ബാംബൂ റിഫ്ലക്ഷൻ ടോറിനോ 21 സർജ് ഓഫ് ടോറിനോ 21ൻ്റെ ഇൻസ്പയർഡ് ആയിട്ടാണ് ഇത് ഇറക്കിയത്. ഞാൻ ടോറിനോ 21 ട്രൈ ചെയ്തിട്ടില്ല. അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. 22,000 റേറ്റ് വരുന്നൊരു ഫ്രഷ് പെർഫ്യൂമാണ്. ഞാനത് ട്രൈ ചെയ്തിട്ട് വാങ്ങാം എന്ന് കരുതിയാണ് ഇരിക്കുന്നത്. ഉടനെ ഉണ്ടാവും. അപ്പോൾ അറബിയാത്ത് അവരുടെ ബാംബൂ റിഫ്ലക്ഷൻ എന്നും പറഞ്ഞ് ഒരെണ്ണം ഇറക്കി. അന്വേഷിച്ചപ്പോൾ 21ൻ്റെ ആണെന്ന് അറിയാൻ കഴിഞ്ഞു. ഞാൻ വാങ്ങി. ഒരു 2-3 days ആയി ഞാനിത് ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട്. വെയിലത്തൊക്കെ പോകേണ്ട സാഹചര്യം ഉണ്ടായി. ഞാൻ ട്രൈ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഈ റിവ്യൂ പറയാനുള്ളത്. അപ്പോൾ പെർഫ്യൂം സാധാരണ ഒരു സിമ്പിൾ ബോട്ടിലാണ് വരുന്നത്. പ്രത്യേകിച്ച് ആഡംബരങ്ങളൊന്നുമില്ല. EDP ആണ് കോൺസെൻട്രേഷൻ. EDP ആണോ? അതെ, EDP ആണ് കോൺസെൻട്രേഷൻ വരുന്നത്. പാക്കേജ് അൺബോക്സ് ചെയ്ത രസമാണ്. മുകളിലോട്ട് പൊന്തി വരുന്ന രീതിയിലുള്ള ഡിസൈൻ. ഇതാണ് ബോട്ടിൽ. ഒരു യുണീക്കായിട്ടുള്ളൊരു ബോട്ടിൽ ഡിസൈൻ. ഇവിടെ കുറേ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ബാംബുവിൻ്റെ മുളയുടെ തണ്ടിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നീണ്ട ക്യാപ്പ് പ്ലാസ്റ്റിക് ആണ്. കുറച്ച് റിഫ്ലക്ഷൻ ഉള്ളൊരു ബോട്ടിലാണ്. നമുക്കിത് വെട്ടത്തോട്ട് വയ്ക്കുമ്പോൾ പല നിറങ്ങളും നമുക്ക് കാണാൻ പറ്റും. സോ ഇത്രയാണ് ബോട്ടിൽസിനെ കുറിച്ച് പറയാൻ. എനിക്കിതൊരു വിൻറ്റേജ് വോഡ്ക അല്ലെങ്കിൽ വിൻറ്റേജ് ടൈപ്പ് ബോട്ടിലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പൈററ്റ്സ് ഓഫ് ദ കരീബിയനിൽ കാണുന്ന പോലത്തെ ഒരു ടൈപ്പ് ബോട്ടിൽ ഇവിടെ അറബിയാത്തുനിന്ന് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ബോട്ടിലിനെ കുറിച്ച് പറയാൻ കൂടുതലൊന്നുമില്ല. ഇത്രയാണ്. ഇനി ഇതിൻ്റെ പ്രൊഫൈൽ വരുന്നത് ടോപ്പ് നോട്ടിൽ മറൈൻ, അരോമാറ്റിക്, വൈറ്റ് ഫ്ലോറൽ, സോൾട്ടി, ഗ്രീൻ, സിട്രസ്, ലാവൻഡർ, അക്വാറ്റിക്. പെർഫ്യൂം മേക്ക് ചെയ്ത് മഹ്മൂദ് അയാദ എന്നുള്ളൊരു പെർഫ്യൂമറാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടോപ്പ് നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് അക്വാറ്റിക് നോട്ട്സ്, ഗ്രീൻ നോട്ട്സ്, ബെർഗാമോ, ലെമൺ, സ്പൈസി നോട്ട്. മിഡിൽ നോട്ടിൽ ലാവൻഡർ, ജാസ്മിൻ, ലില്ലി, ആർട്ടിമീസിയ. ബേസ് നോട്ടിൽ വുഡി നോട്ട്, മസ്ക്. ഇത്രയാണ് ഇതിൻ്റെ നോട്ട്. ട്രൈ ചെയ്യാം. സ്പ്രെയർ നല്ല സ്പ്രെയറാണ്. പ്രഷറൈസ് ചെയ്തിട്ടുള്ള സ്പ്രെയറാണ്. ഇത് നമുക്കിതുവരെ കിട്ടാത്ത ഒരു ടൈപ്പ് സ്മെല്ലാണ്. എനിക്കിതുവരെ കിട്ടിയിട്ടില്ല ഈ ഒരു മണം. ടോറിനോ 21 ഒരുപക്ഷെ ഇതുപോലെ ആയിരിക്കണം. യുണീക്ക് ആയിരിക്കണം. യുണീക്ക് ആകുമ്പോഴാണല്ലോ വില കൂടുന്നത് അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റ് കിട്ടുന്നത്. ഒരു യുണീക്ക് പെർഫ്യൂമാണ്. നമ്മുടെ ലീഗിൽ പെടുന്ന സാധനമല്ല ഇത്. ഇതൊരു യുണീക്ക് എക്സ്പീരിയൻസ്. ഇതിന് ഈ പോളോ, മെൻഡോ ഫ്രഷ് പോളോ അറിയുന്ന വട്ടത്തിലുള്ള ആ ഒരു പോളോയിൽ ചേർത്തിരിക്കുന്ന മെൻഡോ ഫ്രഷിൻ്റെ ഒരു മിൻറ്റ് മെന്തോൾ സ്മെൽ. ഒപ്പം ഡാബർ, പെപ്സോഡൻറ്റ് അതിലൊക്കെ ചേർത്തിരിക്കുന്ന ഒരു മെൻഡോൾ എഫക്റ്റ് ചേർത്തിട്ടുണ്ട്. ഒരു കൂളിംഗ് ബ്രീസ് സ്മെല്ല്. നമ്മൾ പല്ല് തേച്ച് കഴിയുമ്പോൾ വായിലൊരു കൂൾ ബ്രീസ് സ്മെല്ല് ഉണ്ടാവുമല്ലോ. അപ്പോൾ വായിൽ മൗത്ത് വാഷൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഒരു കൂൾ എഫക്റ്റ് ഉണ്ടാവുമല്ലോ, ഒരു മെന്തോളിൻ്റെ എഫക്റ്റ്. ആ ഒരു മെന്തോൾ എഫക്റ്റ് ഉണ്ട്. ഒപ്പം സോൾട്ടി, മറൈൻ, ഓഷ്യാനിക് ടൈപ്പ് സ്മെല്ല്. ഓഷ്യാനിക് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നട്ടുച്ചയ്ക്ക് ഒരു 1 മണി, 1:30, 2 മണിയാകുമ്പോൾ വെയിലത്ത് ബീച്ചിൽ പോയി നിൽക്കണം. വെയിലെന്ന് പറഞ്ഞ് ഒരു 40 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. അതായത് പോയി നിൽക്കുമ്പോൾ കടൽ തീരത്ത് മരീചികയുടെ എഫക്റ്റ് ഉണ്ടാകണം. അതുപോലൊരു ചൂടുള്ള സമയത്ത് ബീച്ചിൽ പോയി നിൽക്കുമ്പോൾ കടലിൽ നിന്നൊരു കാറ്റ് വീശും. ഉപ്പിൻ്റെ ചുവയുള്ളൊരു കാറ്റ്. സോൾട്ടി സ്മെല്ല്. അതാണ് ശരിക്കും പറഞ്ഞ സോൾട്ടി സ്മെല്ല്. അപ്പോൾ ആ ഒരു സോൾട്ടി ഓഷ്യാനിക് ബ്രീസ്, ആ ഒരു കാറ്റിൻ്റെ മണവും ഡ്രൈ സോൾട്ടി സ്മെല്ലും, സീ വീഡ് കടൽപ്പായലിൻ്റെ മണവും, കടലിൽ ഈ ശംഖല്ല ഇതുണ്ടല്ലോ, പവിഴ, ചിപ്പിക്കൊക്കെ ഒരു സ്മെല്ലുണ്ട്. നിങ്ങൾ സ്മെല്ല് ചെയ്ത് നോക്കണം. അതിനൊക്കെ ഒരു പ്രത്യേക ഒരു സോൾട്ടി സ്മെല്ലുണ്ട്. നമുക്ക് അതിലൊക്കെ ആ ഒരു കോടാനുകൂടി വർഷം, ലക്ഷക്കണക്കിന് വർഷം ഉപ്പിൻ്റെ ഇത് കാൽസ്യം അടിഞ്ഞൊരു സോൾട്ടി സ്മെല്ലുണ്ടാവും. ആ ഒരു സോൾട്ടി സ്മെല്ലൊക്കെ ചേർന്നിട്ടുള്ള ഒരു സ്മെല്ല് കൊള്ളാം. നല്ലപോലെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിത് ട്രൈ ചെയ്തപ്പോൾ നമ്മുടെ പോപ്പോ ദ സെയിലർമാനൊക്കെ ഓർമ്മ വരുന്നു. ആ ഒരു ക്യാരക്ടറിനെ കൊടുക്കാൻ പറ്റിയൊരു പെർഫ്യൂം. അതുപോലെ തന്നെ കപ്പലിൽ, ഒരു ക്രൂയിസ് കപ്പലിലൊക്കെ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ അതിലൊരു ക്യാപ്റ്റൻ്റെ ഒരു സ്മെല്ല്. ഒരു യുണീക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം. നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ഒരു ഫ്രഷ് പെർഫ്യൂമായിട്ട് ബന്ധമില്ലാത്തൊരു മണം. സോ അപ്പോൾ ഇതാണ് ടോറിനോ 21ൻ്റെ ഒരു DNA. ഓക്കെ, ക്യാരക്ടർ കൂടി കിട്ടി. എനിക്ക് മനസ്സിലായത് ഇതിനകത്ത് ഒരു മെറ്റാലിക് സ്മെല്ല് കിട്ടുന്നുണ്ട് കേട്ടോ. അത് ഇതുപോലെ ഒരു ഷിമ്മറിങ് ഒരു എഫക്റ്റ് കിട്ടുന്ന ഒരു മെറ്റാലിക് നോട്ടും ചേർത്തിട്ടുണ്ട്. പിന്നെ മിൻറ്റിൻ്റെ നോട്ട് ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ മിൻറ്റ് വളരെ പ്രൊമനൻ്റ് ആണ്. സോ സിമ്പിളാണ്. പോളോ, മെൻഡോ ഫ്രഷ്, അതിലെ മെന്തോളും പിന്നെ കുറച്ച് മിൻറ്റിൻ്റെ നോട്ടും പിന്നെ ഓഷ്യാനിക് ബ്രീസ്, അക്വാറ്റിക്, മറൈൻ സ്മെല്ല്. പക്ഷേ ഇവിടെ സിട്രസ് നോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത് പ്യൂർ ഓഷ്യാനിക് മെഡിറ്ററേനിയൻ ടൈപ്പ് ഓഫ് സ്മെൽ. ഇതാണ് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാൻ. നിങ്ങൾക്ക് അക്വാറ്റിക്, മറൈൻ, ബീച്ച്, കടൽ തീരം, ഓഷ്യാനിക് അതൊക്കെ ഇഷ്ടമാണ്, അങ്ങനെയുള്ള ടൈപ്പ് DNA ഭയങ്കര ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ പെർഫ്യൂം എടുക്കാം.
ഇനി ഇതിൻ്റെ ലോങ്ജിവിറ്റി സ്ട്രോങ് ആണ്. ഏകദേശം ഒരു ഫ്രഷ് പെർഫ്യൂമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിനൊരു 7 മണിക്കൂറാണ് ലോങ്ജിവിറ്റി. റെക്കമെൻഡ് ചെയ്യുന്ന സ്പ്രേ എന്ന് പറയുന്നത് 8-10 സ്പ്രേ അടിക്കുക. ഓഫീസിൽ അടിക്കാം, അതുപോലെ തന്നെ വെയിലത്ത് പോകുമ്പോൾ ഉപയോഗിക്കാം. വൈകുന്നേരം ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല, രാവിലെയും ഉച്ചയ്ക്കും. ഉച്ച എന്ന് പറയുമ്പോൾ നല്ല വെയിൽ വേണം, വെയിലുണ്ടെങ്കിൽ കൂടുതൽ നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യും. ഇത് യൂണിസെക്സ് ആയിട്ട് വേണമെങ്കിൽ പറയാം, ലേഡീസിന് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ എങ്കിലും ഇത് കുറച്ചും കൂടി സ്യൂട്ടബിൾ ആവുന്നത് മെൻ ആയിരിക്കും. കാരണം ഇതിനൊരു ക്യാപ്റ്റൻ, കപ്പലിലെ ഒരു യങ് ക്യാപ്റ്റൻ ടൈപ്പ് സ്മെല്ലാണ് അതുപോലെ പൈലറ്റൊക്കെ, അതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നൊരു മണം. സോ ഇത് കോളേജിൽ പോകുന്നവർ, വെയിലത്ത് ഇറങ്ങി ജോലി ചെയ്യുന്നവർ, ഇപ്പോൾ രാഷ്ട്രീയമൊക്കെ ആയിട്ട് ഇപ്പം ഇലക്ഷനൊക്കെ ഉള്ളതല്ല, അപ്പോൾ അതിന് പുറത്തൊക്കെ പോയി വോട്ട് ചോദിക്കാനൊക്കെ പോകുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ്. വെയിലത്തൊക്കെ പോകുമ്പോൾ ഒരു സോപ്പി ക്ലീൻ എഫക്റ്റ് കിട്ടാൻ. ഇതിൻ്റെ ഡ്രൈ ഡൗൺ വരുമ്പോൾ നമുക്കൊരു മസ്കി സ്മെല്ലാണ്. ഒരു മസ്കി, അപ്പോഴും നമുക്കൊരു അക്വാട്ടിക് മണം ഉണ്ടാവും. മസ്കി മെന്തോൾ എഫക്റ്റ് തരുന്ന ഒരു ഡ്രൈ ഡൗൺ. ആ ഡ്രൈ ഡൗൺ ഒരു പക്ഷേ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണക്ട് ആവാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. വെയിലത്ത് ഉണക്കാനിട്ടിരിക്കുന്ന വെളുത്ത നിറത്തിലുള്ള ദുപ്പട്ട അല്ലെങ്കിൽ വെളുത്ത നിറത്തിലുള്ള ഷോൾ, വസ്ത്രങ്ങൾ, ഇതൊക്കെ അലക്കി കഴിയുമ്പോൾ ഒരു ക്ലീൻ സ്മെല്ല്, നമ്മൾ അതിലൂടെ ഒന്ന് പാസ് ചെയ്ത് പോകുമ്പോൾ ഒരു ക്ലീൻ സ്മെല്ല്, ഒരു മസ്കി സ്മെല്ല്, ആ ഒരു ലോണ്ട്രി ടൈപ്പ് അലക്കിയിട്ട വസ്ത്രത്തിൻ്റെ ഒരു ക്ലീൻ സ്മെല്ലും ഉണ്ട്. അതാണ് ഡ്രൈ ഡൗണിൽ വരുന്നത്. പ്രൊജക്ഷൻ 3-3.5 മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷനാണ്. ട്രൈ ചെയ്തിട്ട് വേണം ഇത് വാങ്ങാൻ. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം 3000-3500 റേഞ്ചിലാണ് റേറ്റ് വരുന്നത്. ഇതിന് ഞാൻ പറഞ്ഞില്ല, ഒരു മെറ്റാലിക് മണം അതൊക്കെ എങ്ങനെ കൺവേ ചെയ്യണമെന്ന് എനിക്കറിയില്ല. വെയിലത്ത് ഇറങ്ങി സൂര്യനിലേക്ക് നോക്കി നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു എഫക്റ്റ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ആൽഡിഹൈഡ്സ് ടൈപ്പ് സ്മെല്ല്. ക്ലീനാണ് ബേസിക്കലി. ആ ഒരു മണം വരുമ്പോൾ ഭയങ്കര ക്ലീൻ സ്മെല്ലായിരിക്കും. നിങ്ങൾ ആ ദിവസം മുഴുവനും ക്ലീൻ ആയിട്ടിരിക്കും. അതാണ് അത് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമുക്ക് സൂര്യൻ്റെ മണമൊക്കെ പിടിച്ച് നോക്കാൻ പറ്റുമോ? ഞാൻ 10 ml ഡീക്കൻ്റ് ആക്കിയിട്ടുണ്ട്. ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ. ടോറിനോ 21 ഇത് സ്മെല്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അതുമായിട്ട് വളരെ സിമിലാരിറ്റി ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ. ഇപ്പോൾ 5 ml 10 ml ഉണ്ട്. ഡീക്കൻ്റ് ട്രൈ ചെയ്യുക. അപ്പോൾ ബേസിക്കലി ഇത് ആര് വാങ്ങണം? ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ആളുകൾ വാങ്ങുക.